ണെങ്കിൽ ഇന്നത്തെ രാവിലത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇന്നലെ വൈകുന്നേരം പിന്നെ ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിരുന്നു ഫ്രിഡ്ജിനകത്ത്. അത് രാവിലെ എടുത്ത് ഉപ്പൊക്കെ ഇട്ട് കലക്കി രാവിലെ ദോശ ചൂടാനുള്ള പരിപാടി. അപ്പൊ എന്താന്ന് വെച്ചാൽ ദോശത്തവ അടുപ്പിൽ വെച്ചു, സ്റ്റൗ കത്തിച്ചു, മാവ് കലക്കി അടുത്ത് എണ്ണ എടുത്തു. ദോശക്കല്ല് ചൂടാവണം. നല്ല ഒന്നാം തരം ദോശയാണ് ചുടുന്നത്. ദോശമാവ് കല്ലിലോട്ട് ഒഴിച്ച് പരത്തുക. സൂപ്പർ. അപ്പൊ അതിന്റെ മേലെ ഇച്ചിരി എണ്ണം കൂടെ ഒഴിക്കും. മറിച്ചിടുമ്പോഴേ ഇഷ്ടം. അതിന് വേണ്ടി വലിയ ദോശ. അപ്പൊ അതിനെ അടച്ചു. വാങ്ങി കൂട്ടാൻ വെച്ചാൽ നമ്മുടെ എണ്ണ ചെയ്ത് സാമ്പാറുണ്ട്, അതുകൊണ്ട് ചൂടാക്കും. നല്ല സാമ്പാർ. ഒരെണ്ണമായി രണ്ടാമത്തെ ദോശ കൊടുക്കും. എണ്ണ ഒഴിക്കുന്നു. വെള്ളം ഒഴിക്കുക. കാരണം അത് തിരിച്ചിടുമ്പോഴേ പൊടിയായി. അടച്ചു വെച്ചു.
സാമ്പാർ ചൂടായിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ദോശ റെഡി. അതിനിവിടെ ഒരു മുട്ട ഒഴിക്കുക. മുട്ട അങ്ങനെ ഉപ്പിടുന്നു. കുരുമുളക് പൊടി ഇടുന്നു. കുരുമുളക് പൊടി ഇടുന്നു. രാവിലെ മമ്മി ദോശ മുട്ട നല്ല അടിപൊളി ദോശ, മുരിഞ്ഞ ദോശ. മുട്ട പെപ്പറ് ഉപ്പ് ഇട്ടു. വേണം പിന്നെ തിരിച്ചിട്ടു. അടിപൊളി സാമ്പാർ. ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മുടെ ചാനലിൽ പുതിയതാക്കി ഉടനെ ചെയ്യും. ഈ ദോശയ്ക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യും. മുട്ട വേണ്ട ഗൈസ്. തിരിച്ചിടാൻ പോവാം. കുഴപ്പമില്ല. മുട്ട തിരിച്ചിട്ട് ഗൈസ്. അത് വേഗണ്ടേ. അങ്ങനെ മുട്ട ശരി. പുൾസ ദോശ റെഡി. പുൾസ റെഡി. സാമ്പാർ, ദോശ, മുട്ട. അപ്പം ഇത് ആർക്കാണെന്ന് അറിയാമല്ലോ. ഇതാണ് വിജേഷിന്. അടുത്ത ദോശ റെഡി. കൊടുന്നു. കണ്ട ഒരു കരണ്ടി ശാല കൂടെ ഒഴിക്കുമോ, പക്ഷെ അത് ഉത്സാഹത്തിൽ പരുത്തു തന്നെ കേട്ടോ. വിജേഷിന്റെ ആഹാരം. 2 ദോശ, സാമ്പാർ, പുൾസായി, മുട്ട. കഴിച്ചോ. അങ്ങനെ വിജേഷ് കഴിക്കാൻ പ്ലാൻ ഇടുന്നു. അങ്ങനെയുണ്ട് വിജേഷ്? കഴിച്ചിട്ട് ഇങ്ങനെയുണ്ടെന്ന് പറയും. സാമ്പാർ എങ്ങനെയുണ്ട്? അത് മുരിഞ്ഞ ദോശ. ഇന്നലത്തെ സാമ്പാർ ചൂടാക്കിയതാണ്. നല്ല അടിപൊളി സാമ്പാർ. മുട്ടയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് അടിപൊളി. എല്ലാവരും ചെയ്ത് കഴിക്കുക. ഉണ്ടോ? പിന്നെ ഒരു സാഡ് ന്യൂസ് എല്ലാവരും നമ്മളെ കണ്ടു കാണും. ഞങ്ങൾ ബാംഗ്ലൂരിൽ ഞങ്ങൾ ന്യൂസ് ഇട്ട് കണ്ടു. ഭയങ്കര സാഡായിപ്പോയി എല്ലാവരും. ദൈവമേ, എന്തോ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരുന്നു. ഭയങ്കര 245 പേര് മരിച്ചെന്നാണ് പറയുന്നത്. ഭയങ്കര കഷ്ടം. 10 കൊച്ചു പിള്ളേർ, 13 പിള്ളേരും, ഒരാൾ എടുത്തു ചാടി. അയാൾ ഹോസ്പിറ്റലുണ്ടെന്ന് പറയുന്നു. പിന്നെ ലാൻഡിങ് ഗിയറാണ് പ്രോബ്ലം ആയത്. ഗിയർ ഉള്ളിപ്പോയെന്നാണ് പറയുന്നത്. പിന്നെ പുറത്തോട്ട് വരുന്നില്ല, അതാണ് പ്രശ്നം. പിന്നെ ബ്ലാക്ക് ബോക്സ് കണ്ടിട്ടുണ്ട്. എന്നിട്ട് ബാക്കി
അവർ എല്ലാം ചെക്ക് ചെയ്തിട്ട് പറയും. ഭയങ്കര ഒരു ട്രാജഡിയാണ് ഇന്ത്യയിൽ ഇങ്ങനെ സംഭവിച്ചത്. ഗുജറാത്തിൽ അഹമ്മദാബാദ് എല്ലാവരും ദുഃഖിക്കുന്നു, ഞങ്ങളും ദുഃഖിക്കുന്നുണ്ട്. ആ മരിച്ചവരുടെ എല്ലാവരുടെയും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ കാലാവസ്ഥയുടെ ചെറിയ മഴ വരുന്ന മാതിരിയുണ്ട്. ഓക്കെ, ബൈ ബൈ. Bye guys. ഇതൊന്ന് 2 ബുൾസായി കണ്ടോ, 2 ബുൾസായി അടിപൊളി. 2 അപ്പം ഇന്ന് ഇന്നത്തേക്ക് ചോറിന് കൂടെ ക്യാപ്സിക്കം തോരൻ. അപ്പം 2 ക്യാപ്സിക്കം, 1 ഉരുളക്കിഴങ്ങ്, 1 ഉള്ളി, സവാള. അപ്പം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിയുന്നു. കണ്ടോ ഗൈസ്, ഉണ്ടോ നിങ്ങൾ? ക്യാപ്സിക്കം തോരൻ. രണ്ടാമത്തെ എൻ്റെ പകുതിയായി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആണ് ക്യാപ്സിക്കം തോരന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. നോക്കൂ ഗൈസ്, മനോഹരമായ കളർ. കളറാണ് കണ്ടോ, ഫ്രഷ് ബ്യൂട്ടിഫുൾ. അടുത്ത സവാള അരിയാണ്. സവാള അരിഞ്ഞ് ഉരുളക്കിഴങ്ങ് അരിയാണ് ചെറുതായിട്ട്. ഉരുളക്കിഴങ്ങ് ഏകദേശം തീരാറായി അരിഞ്ഞ്. few minutes later.
അപ്പം നമ്മൾ ബ്രേക്ക് എന്ന് പറഞ്ഞില്ലേ, ബ്രേക്ക് എന്താണെന്നറിയാം? നമ്മൾ ചായ കുടിക്കുന്നു, പാല് കുടിക്കുന്നു. ബ്രേക്ക് ടീ ബ്രേക്ക്. മതി മതി. പാൽ ഒഴിക്കുന്നു, ചായ അടുപ്പ് വയ്ക്കാൻ പോകും. ഓക്കെ, സ്റ്റാർട്ട്. പാല് വെച്ചു. പാലങ്ങനെ തിളയ്ക്കണം. തേയില ഇട്ടു, അതിന് തിളയ്ക്കണം. അടുത്ത പഞ്ചസാര ഇടുന്നു, ശകലം ഇച്ചിരി ഇട്ടു. അപ്പോൾ അത് തിളയ്ക്കണം. തിളയ്ക്കുമ്പോൾ ചായ റെഡി. ഇത് മസാല ടീ ആണ്, ചായപ്പൊടി മസാല. വലിയ ഗുണമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഈ പുതിന എല്ലാം കൂടെ ചേർത്ത് തേയില കുടിച്ചത് കയ്യിൽ നിന്ന് വാങ്ങിച്ചതാ. തീർന്നു, വേറെ വാങ്ങിക്കും. നമ്മുടെ ടീ ബ്രേക്കാണ്. അതിനുശേഷം ഞങ്ങളുടെ തോരൻ സ്റ്റാർട്ടാവും. ബ്രേക്ക് മതി. ചായ ഒഴിക്കാണ്. ചെറിയ കപ്പ്, ടീ കപ്പ്. അങ്ങനെ ചായ റെഡി, കുടിക്കാൻ പോവാണ്. അപ്പൊ ചായ ഞങ്ങൾ കുടിക്കാൻ പോവാണ് ഗൈസ്. അതെ, പുള്ളിക്കാരത്തിന് ചായ എടുത്തോണ്ട് പോണു കുടിക്കാൻ. അല്ല അണ്ട ചായ കുടിക്കുക. അണ്ട ചായ കുടിക്കില്ല. അടിപൊളി ചായ ആണ്, നല്ല ചായ ആണ്. ഓക്കെ, കുടിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. തോരന് വേണ്ടി തവ അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാവുക. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ 2 വറ്റൽ മുളക് പൊടിച്ചിടുന്നു. ശകലം പെരിഞ്ജീരകവും വറ്റൽ മുളകും. അപ്പം എണ്ണ ഒഴിച്ച് അതിനകത്ത് ഇപ്പം നമ്മള് കടുക് ഇടുന്നു. എണ്ണ ചൂടായി, ശകലം കടുക് ഇട്ടു. അത് പൊട്ടണം.
കടുക് പൊട്ടണം. കടുക് ഇതാകുന്നു, പടപടേ സൗണ്ട് വരുന്നു. സ്റ്റാർട്ട്. പടപടേ സൗണ്ട്. അപ്പൊ നമ്മള് അടുത്ത പരിപാടി ജീരകവും ഇതും ഇടും. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ മുളകും വലിയ ജീരകവും ഇട്ട് ഇളക്കി കൊടുക്കും. ചെറുതായിട്ടൊന്ന് മൂക്കണം. അടുത്തത് പച്ചക്കറിയും ഉരുളക്കിഴങ്ങും വെള്ളായും അരിഞ്ഞത് തവയിലോട്ട് ഇട്ടു ഇളക്കണം. നല്ല പച്ചക്കറി ഇളക്കുക. അതിൻ്റെ കൂടെ അങ്ങനെ മഞ്ഞപ്പൊടി ഇട്ടു, മഞ്ഞപ്പൊടി. അപ്പൊ പച്ച കളറ് ചേഞ്ച് ആവും. അതിൻ്റെ കൂടെ കാശ്മീർ ചില്ലി പൗഡർ ശകലം അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞു. ഇപ്പൊ ചുവപ്പ് കളറായി. അങ്ങനെ കളറുകൾ മാറി മാറി വരുന്നു ഗൈസ്. അപ്പൊ തേങ്ങ തിരിയത് അങ്ങോട്ട് ഇടുക. ഇട്ടു, തേങ്ങ തിരിയത് ഇട്ടു. എന്നിട്ട് ഇളക്കുകയാണ്. ഓറഞ്ച് ഇളക്കുകയാണ്. കളറുകൾ ചേഞ്ചായി ഉണ്ടോ? പച്ചയെല്ലാം മാറി. ഒരു സിമ്പിൾ തോരനാണിത്. എന്നാലും ചോറിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഭയങ്കര ടേസ്റ്റ് തോന്നിയ നല്ല ടേസ്റ്റ്. കഴിച്ചു നോക്കുമ്പോഴേ അതിനെപ്പറ്റി രുചി അറിയും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളെ സ്വല്പം ഉപ്പ് ആഡ് ചെയ്യുന്നു. പൊടി ഉപ്പ് കണ്ടോ? ഉപ്പ് ആഡ് ചെയ്തു. ഇനി അതിനെ ഇളക്കുക. എന്നിട്ട് അങ്ങനെ വയ്ക്കും. ആ വെള്ളമെല്ലാം പറ്റണം. വേറെ വേഗം അപ്പം അടപ്പ് വെച്ച് ക്ലോസ് ചെയ്യാൻ പോവാം. അടപ്പ് വെച്ച് ക്ലോസ് ചെയ്യാം. അങ്ങനെ ക്ലോസ് ചെയ്ത് ഗൈസ് വെള്ളം ഒഴിച്ചു. തീ കുറച്ച് ഫ്ലെയിം കമ്മി ചെയ്ത് അടച്ചു വെച്ചു. അപ്പോൾ നമ്മുടെ തോരൻ വന്ന് പാതി വേവാ. ഉരുളക്കിഴങ്ങും കാപ്സിക്കമും ഇതെല്ലാം കൂടെ ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ടോ ഗൈസ്? മുട്ട ഉടച്ച് അതിലൂടെ ഒഴിച്ചു. ഇത്ര ഒരെണ്ണം ഒഴിച്ചു. അടുത്ത രണ്ടാമത്തെ ഐസ് രണ്ടാമത്തെ ഒഴിച്ച് ഗൈസ്. അടുത്തത് മൂന്നാമത്തെ മുട്ട വെൽഡൻ. അപ്പോൾ മുട്ട സെൻട്രലാണ് ഒഴിച്ചിരുന്നത്. അതിന് ഒരു ഇളക്കുണ്ട്. ഇളക്കെന്ന് പറഞ്ഞാൽ സൈഡെല്ലാം കൂടെ ഇളക്കി മേലോട്ടാക്കി. അപ്പൊ ഇനി വേണം. എന്നിട്ട് ബാക്കി പറയാം. അങ്ങനെ മുട്ടയൊക്കെ ഒഴിച്ച് നമ്മള് തോരൻ അടുപ്പിൽ വെച്ചില്ലേ, ഏകദേശം 30 ഭാഗം കഴിഞ്ഞ് എന്തു വെള്ളമൊക്കെ പറ്റി. മുട്ട എല്ലാതിൻ്റെ കൂടെ പരുവമായിട്ട് ചേർന്നു. അതും കൂടെ വേണം. ശർക്കര കൂടെ വെന്താൽ തോരൻ റെഡി. അപ്പോൾ ഇന്നത്തെ പരിപാടി അതാണ്. തോരൻ്റെ ഫൈനൽ സ്റ്റേജാണ്. ഫൈനൽ വെള്ളമൊക്കെ പറ്റി മുട്ടയൊക്കെ അതിനോട് ജോയിൻ്റ് ആയി. തോരനെല്ലാം ആകെപ്പടെ കളർഫുള്ളായി. കളർഫുൾ എല്ലാം എന്നോട് ചേർന്നു.
പൊട്ടിപ്പിടിക്കാതിരിക്കാനാണ് വേണ്ടി നിലക്കുന്നത്. ശരി, അത്രേ ഉള്ളൂ പരിപാടി. പരിപാടി ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ടേസ്റ്റ് നോക്കണം. അതും കൊടുത്ത് നമ്മൾ നോക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്ന്. അതോടെ ആ വീഡിയോ തീരുക. ഞാൻ ടേസ്റ്റ് നോക്കാൻ പോണു ഗൈസ്. ശക്കലുണ്ട്, അടിപൊളി. ഇവിടെ എന്തെല്ലാം ഉണ്ടോ ഗൈസ്? ഞാൻ ഭയങ്കര ചൂട് വെച്ചോ എടുത്ത് സൂപ്പറാണ്, സൂപ്പർ. നല്ല ഉപ്പും കാപ്പിക്കുന്ന എല്ലാം മാറി. നല്ല മനോഹരം. നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ ചേർത്തെന്ന് പറയട്ടെ. 2 ക്യാപ്സിക്കം, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവാള, 3 മുട്ട ഇട്ട് താളിച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചിരി ഇറച്ചി മസാലപ്പൊടി, ശകലം മുട്ട ചേർക്കുന്നുണ്ട്. നല്ല രുചി, അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. നിങ്ങളും വീട്ടിൽ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ പറയുക, നമുക്ക് കമന്റ് തരുക. സൂപ്പറാണ്. കഴിച്ചു നോക്കി. അപ്പോൾ നിങ്ങൾ കാര്യം ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.